ആ വാ മോളെ. മോളെന്താ അന്ന് പോയിട്ട് പിന്നീട് ഇങ്ങോട്ട് ഇറങ്ങാഞ്ഞേ? എന്തിനാ വെറുതെ എപ്പോഴും വരുന്നേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം വന്നാ പോരെ. അത് ശരിയാ. അല്ല അതെ, ഇവിടെയുള്ള മോളുടെ അനിയത്തിയോടും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഏത് നേരം നോക്കിയാലും അവിടെയാ ആ സിദ്ധുവിന്റെ വീട്ടില്. അവനവിടെ ഭാര്യയായിട്ട് താമസിക്കല്ലേ. അതിന്റെ ഇടയിൽ ഇവളെന്തിനാ അങ്ങോട്ട് കയറി ചെല്ലുന്നേ? അങ്ങനെ പോയാലെന്താ കുഴപ്പം? ഓരോരുത്തർ അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ മുത്തശ്ശി. നമ്മളെന്തിനാ അതിലൊക്കെ കയറി അഭിപ്രായം പറയാൻ പോകുന്നേ? ഓ, ഞാനൊക്കെ പഴയ ആളല്ലേ മോളെ. ഈ ഓരോരുത്തർ കാണിക്കുന്ന തോന്നിയാസങ്ങൾ കാണുമ്പോഴേ അഭിപ്രായം അങ്ങ് പറഞ്ഞു പോവും. അല്ല, മോളെന്തിനാ ഇപ്പൊ വന്നത്? എനിക്ക് ദേവിക ഒന്ന് കാണണം. എന്തിനാ മോളെ? അത് ഞാൻ ദേവികയോട് പറഞ്ഞ പോരെ മുത്തശ്ശി. അതെന്താ എന്നോട് പറഞ്ഞാല്? ഓ, രഹസ്യം വല്ലതുമാണോ? അതെ, രഹസ്യമാണ്. ഈ വീട്ടിലുള്ള ആളുകൾക്ക് പണ്ട് രഹസ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നിന്റെ അനിയത്തി വന്ന് എപ്പ ഇവിടെ കാലുകുത്തിയോ അപ്പ തുടങ്ങി രഹസ്യങ്ങള്. അതോടെ വീട് നശിക്കാനും തുടങ്ങി. ഇപ്പൊ ഇവിടെ ഉള്ളവരുടെ എണ്ണം കുറഞ്ഞ് ഞാനും എന്റെ മോനും മാത്രമായി. ഇനി എപ്പോഴാണാവോ എന്റെ അവസാനം? മുത്തശ്ശി, മനസ്സ് നന്നായിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോന്ന് തോന്നും. എന്റെ അനിയത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ കുടുംബത്തില് സ്വഭാവത്തിന്റെ കാര്യത്തിൽ അവളോളം നല്ലൊരു വ്യക്തി വേറെ ഇല്ല. അത് പണ്ടും അതെ, ഇപ്പോഴും അതെ, നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും. ചേച്ചി, എന്താ വന്ന കാലത്ത് തന്നെ നിന്ന് കളഞ്ഞ? ഞാനും മുത്തശ്ശിയും തമ്മില് പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കായിരുന്നു. അതെ അതെ, ഈ രാമായണത്തിലെ കഥയെ ചർച്ച ചെയ്യായിരുന്നു. ഒടുക്കം കഥ മുഴുവൻ കേട്ടതിന് ശേഷം ഇവള് ചോദിക്കുക ഈ രാമൻ സീതയുടെ ആരാണെന്ന്. എന്നിട്ട് മുത്തശ്ശി എന്താ പറഞ്ഞ? അമ്മാവനാണെന്ന്. അല്ലേ മോളെ? അതെ, ചികിത്സിക്കാറായിട്ടുണ്ട്. ഇപ്പൊ കൊണ്ടുപോയാൽ നടത്തിക്കൊണ്ടുപോവാ. നിങ്ങൾ സംസാരിക്കേ, നിനക്കും പറഞ്ഞുതരാൻ കഥ. ചേച്ചി വാ. ദേവികെ, എന്താ ചേച്ചി? നിനക്ക് എത്ര കാലമായിട്ട് നിരഞ്ജനെ അക്ഷരെ അറിയാം? കൊറേ കാലമായിട്ട് അറിയാം. അവര് നല്ല സ്നേഹത്തിലല്ലേ കഴിയുന്നത്? അതെ. പണ്ടും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നോ? അതോ അവർക്കിടയിൽ വഴക്കായിരുന്നോ? ആദ്യകാലത്തൊക്കെ വഴക്കുണ്ടായിരുന്നു. എന്തായിരുന്നു ആ വഴക്കിന് കാരണം? കാരണം അതെന്താണെന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അക്ഷര മാഡത്തിന് നിരഞ്ജൻ ഡോക്ടറെ ഇഷ്ടമല്ലായിരുന്നു, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആരെയും അങ്ങനെ അംഗീകരിക്കാത്തൊരു പ്രകൃതമായിരുന്നു അക്ഷര മാഡത്തിന്റെ. ആരെയും അനുസരിക്കുകയില്ലായിരുന്നു. അപ്പോ ഇഷ്ടമില്ലാതെയാണോ അവര് കല്യാണം കഴിച്ചത്? അല്ല, നിരഞ്ജൻ ഡോക്ടർക്ക് ഇഷ്ടമായിരുന്നു, അക്ഷര മാഡത്തിന് ഇഷ്ടമല്ലാതിരുന്നത്. അത് ശരി, അങ്ങനെ ഒരു ചരിത്രം ഉണ്ടല്ലേ അവർക്കിടയിൽ. എന്തിനാ ചേച്ചി ഇപ്പൊ അതൊക്കെ അന്വേഷിക്കുന്നത്? വെറുതെ ഒരു രസം. അല്ല, പിന്നെ എപ്പോഴാ അവര് തമ്മിൽ അടുത്തത്? കുഞ്ഞുണ്ടായതിനു ശേഷമാണോ? അല്ല, ആ വീട്ടിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നത്തിൽ പോലീസ് കേസും മറ്റും ഉണ്ടായി. ആ വീട്ടുകാർക്ക് വേണ്ടി കുറ്റം സ്വയം ഏറ്റെടുത്ത് നിരഞ്ജൻ ഡോക്ടർ ജയിലിൽ പോയി. അന്ന് മുതല അക്ഷര മാഡം മാറി തുടങ്ങിയത്. ഓ, സഹതാപം. അതെ. അക്ഷരെ പോലൊരു പെണ്ണിന് നിരഞ്ജനെ പോലൊരു ആണിനെ ഇഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അതിന് തക്കതായൊരു കാരണം ഉണ്ടാവണ്ടേ? ഉണ്ടാവണം. ഉണ്ടായിട്ടുണ്ടാവും, എനിക്കതറിയില്ലെന്നേ ഉള്ളൂ. ഇതൊക്കെ അന്വേഷിച്ചു വെക്കണ്ടേ? എപ്പോഴാ ആവശ്യം വരുന്നെന്ന് പറയാൻ പറ്റുമോ? ചേച്ചിക്കറിയാലോ, മറ്റുള്ളവരുടെ വിശേഷങ്ങൾ അറിയാൻ പണ്ട് മുതലേ താല്പര്യമില്ലാത്ത ആളാ ഞാൻ. എനിക്കത് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അല്ല, ചേച്ചിക്ക് നിരഞ്ജൻ ഡോക്ടറോട് നേരിട്ട് ചോദിച്ചാ പോരെ? ഡോക്ടർ അത് പറഞ്ഞിട്ടില്ലേ? ഫ്രണ്ട് അല്ലേ? വെറുതെ എന്തിനാ പാവത്തിനെ ആ മോശം കാലം വീണ്ടും ഓർമ്മിപ്പിക്കുന്നതെന്ന് കരുതി വേണ്ടാന്ന് വെച്ചതാ. സാരമില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. ഒരു സത്യം നീ മനസ്സിലാക്കിക്കോ ദേവികെ.
നമ്മൾ ഒരാളോട് അകാരണമായി മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എപ്പോഴെങ്കിലും അയാളും നമ്മളോട് അങ്ങനെ പെരുമാറും. അത് അയാൾക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ. ചേച്ചി വാ, ചായ കുടിക്കാം. എന്താ, നിനക്ക് കിടക്കാറായില്ലേ? കിടക്കണം. നിരഞ്ജനെന്ന് വരുവോ അതോ? അറിയില്ല. ഈ പോക്കിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഞാൻ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ പോവാ. അതിന് എന്റെ മോള് ഡാഡിയുടെ കൂടെ നിൽക്കണം. ആദ്യം തീരുമാനങ്ങൾ എന്താണെന്ന് പറ, എന്നിട്ട് പറയാം ഞാൻ ഒപ്പം നിൽക്കോ ഇല്ലയോന്ന്. നിനക്കെന്താ, എന്നെ വിശ്വാസമില്ലേ? എനിക്കിപ്പോ ആരെയും വിശ്വാസമില്ല, ഈ എന്നെ പോലും. തരം കിട്ടിയ എല്ലാരും ചതിക്കും. അതാ ഞാനിപ്പോ പഠിച്ച പാഠം. ഞാൻ നിന്റെ ഡാഡിയാണ്. നിനക്ക് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. ഇത് തന്നെയാ അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ വിചാരിച്ചിരുന്നത്. നിരഞ്ജനല്ല ഈ ജയശങ്കർ. അക്കാര്യത്തിൽ നമ്മളെ തമ്മിലൊരു തർക്കം വേണ്ട. മാലിനിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് അദ്ദേഹം തിരിച്ചു വരണമെന്ന് ഡാഡിയെ പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അത് പക്ഷെ എങ്ങനെ നടത്തിയെടുക്കുമെന്ന് അറിയാത്തത്. വഴക്കുണ്ടാക്കി ബലമായിട്ട് അദ്ദേഹത്തെ പറിച്ചെടുക്കാൻ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ചെയ്തിട്ട് പ്രയോജനമുണ്ടെന്ന് ഞാൻ കരുതുന്നുമില്ല. ചെയ്യുന്നത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെടണം. എന്നിട്ട് തിരിച്ചു വരണം. എങ്കിലേ എനിക്ക് എന്റെ പഴയ ഭർത്താവിനെ തിരിച്ചു കിട്ടും. എനിക്ക് വേണ്ടതും അങ്ങനെ ഒരു നിരഞ്ജനയാ. മോളെ, ലക്ഷ്യമാണ് പ്രധാനം. ലക്ഷ്യം മാർഗത്തെ സാധൂകരിച്ചുകൊള്ളൂ. മാർഗവും പ്രധാനം തന്നെയാ ഡാഡി. നല്ല വഴിക്ക് നേടുന്നതിനെ നിലനിൽപ്പുള്ളൂ. അല്ലെങ്കിൽ എന്റെ ജീവിതം പോലെ ആകുമല്ല.